നെക്സ്റ്റ് സെക്ഷൻ 2.2 ബ്രിഡ്ജസ്. ആദ്യം ഒരു തിയറാണ്. ആ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. തിയറം 2.6 ലെറ്റ് ഇ ബി ദി എഡ്ജ് ഓഫ് ദ ഗ്രാഫ് ജി ആൻഡ് ആസ് യൂഷ്വൽ ലെറ്റ് ജി മൈനസ് ഇ ബി ദ സബ് ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ഇ. then omega of g less than or equal to omega of g minus c less than or equal to omega of g plus 1. അതായത് ഗ്രാഫ് ജിയിലുള്ള ഏതൊരു എഡ്ജാണ് ഇ. ഇനി ജി മൈനസ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രാഫ് ജിയിൽ നിന്നും ഈ ഒരു എഡ്ജിനെ മാത്രം ഡിലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ് ഗ്രാഫ്. അതായത് ആ ഗ്രാഫിൽ നിന്നും ഈ ഒരു എഡ്ജ് ഈനെ മാത്രം റിമൂവ് ചെയ്യുന്നു. വെർട്ടിസസിലൊന്നും മാറ്റില്ല, ബാക്കിയുള്ള എല്ലാ എഡ്ജസും അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ കിട്ടുന്നത് ജിയുടെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. അതിനെയാണ് ജി മൈനസ് സി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒമേഗ ഓഫ് ജി എന്നുള്ളത് ഗ്രാഫ് ജിയിലുള്ള നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ്. ഒമേഗ ഓഫ് ജി മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജി മൈനസ് സി എന്നുള്ള സബ് ഗ്രാഫിലുള്ള നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ജി മൈനസ് സിയിലുള്ള നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് ഈ ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഗ്രാഫ് ജിയിലുള്ള നമ്പർ ഓഫ് കമ്പോണൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രാഫ് ജി മൈനസ് സിയിൽ ആ സബ് ഗ്രാഫ് ജി മൈനസ് സിയിലുള്ള നമ്പർ ഓഫ് കണക്റ്റഡ് കമ്പോണൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രാഫിലുള്ള കണക്റ്റഡ് കമ്പോണൻസ് പ്ലസ് 1. ഇവിടെ നോക്കാം, ആദ്യത്തെ ക്വാണ്ടിറ്റിയും ലാസ്റ്റ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം, ആകെയുള്ള വ്യത്യാസം 1 മാത്രമാണ്. ആകെയുള്ള ഒരു ചേഞ്ച് ഇവിടെ 1 മാത്രമാണ്. നമുക്കതുപോലെ തന്നെ അറിയാം ഒരു ഗ്രാഫിലുള്ള നമ്പർ ഓഫ് കമ്പോണൻസ്, ഏത് ഗ്രാഫ് തന്നെ ആയാലും സബ് ഗ്രാഫ് എന്ന് പറയുന്നതും ഒരു ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ എല്ലാ ഗ്രാഫിലുള്ള കമ്പോണൻസിൻ്റെ എണ്ണം എല്ലായ്പ്പോഴും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒമേഗ ഓഫ് ജി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ് ഒമേഗ ഓഫ് ജി പ്ലസ് 1. സോ ഈ ഒരു തിയറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒമേഗ ഓഫ് ജി മൈനസ് സിക്ക് ആകെ 2 ഓപ്ഷൻസ് മാത്രമാണ്, പോസിബിലിറ്റീസ് മാത്രമാണ് ഉള്ളത്. ഒന്നുകിൽ അത് ഒമേഗ ഓഫ് ജിയോട് ഈക്വൽ ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒമേഗ ഓഫ് ജിയിനേക്കാൾ 1 കൂടുതലായിരിക്കും. ഇതിൻ്റെ മീനിങ് ഒന്നുകിൽ ഗ്രാഫ് ജിയിൽ നിന്നും ഈ ഒരു എഡ്ജിനെ, നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള ഒരു എഡ്ജാണ് എടുക്കുന്നത്, അങ്ങനെ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ നമ്പർ ഓഫ് കമ്പോണൻസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. എഡ്ജ് അവിടെ നിന്ന് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കമ്പോണൻസിൻ്റെ എണ്ണത്തിലൊന്നും മാറ്റം ഉണ്ടാവില്ല. വേറൊരു ഓപ്ഷൻ ഉള്ളത്, അങ്ങനെ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഗ്രാഫ് ജിയിൽ ഉണ്ടായിരുന്ന കമ്പോണൻസിനേക്കാൾ 1 കൂടാം. 2 ഓപ്ഷൻസ് മാത്രമാണ് ഒരു ഗ്രാഫിൽ നിന്നും ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതാണ് തിയറം 2.6 പറയുന്നത്. ഇനി നമുക്ക് ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. ഗ്രാഫ് ജിയിലുള്ള ഒരു എഡ്ജിനെ ബ്രിഡ്ജ് എന്ന് വിളിക്കണമെങ്കിൽ, ബ്രിഡ്ജ് അതല്ലെങ്കിൽ കട്ട് എഡ്ജ് എന്ന് വിളിക്കണമെങ്കിൽ സബ് ഗ്രാഫ് ജി മൈനസ് സിയിൽ, അതായത് ഗ്രാഫ് ജിയിൽ നിന്നും മീനെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സബ് ഗ്രാഫിൽ ജിയിലുള്ളതിനേക്കാൾ കണക്റ്റഡ് കമ്പോണൻസ് ഉണ്ടാവണം. നമുക്ക് തിയറം 2.6 കൂടിയും കണക്ട് ചെയ്തിട്ട് പറയാം. ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോൾ ആകെ 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നുകിൽ നമ്പർ ഓഫ് കമ്പോണൻസ് മാറ്റമൊന്നും ഉണ്ടാവില്ല, ഒന്നുകിൽ അതല്ലെങ്കിൽ നമ്പർ ഓഫ് കമ്പോണൻസ് 1 കൂടും. അപ്പോൾ ആ 1 കൂടുന്ന കേസ്, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു കേസിലേക്ക് വരുന്നില്ല. ഇവിടെ പറയുന്നത് ജി മൈനസ് സിയിലെ ജിയിലുള്ളതിനേക്കാൾ കണക്റ്റഡ് കമ്പോണൻസ് കൂടുതലാവണം. ആ കൂടുതൽ എന്നുള്ളത് മാക്സിമം 1 തന്നെ കൂടുതലുള്ളൂ, 1ൽ കൂടുതലൊന്നും വ്യത്യാസം സംഭവിക്കുകയില്ല. ഓക്കെ, അപ്പോൾ തിയറം 2.6 കൂടിയും കണക്ട് ചെയ്ത് പറയുമ്പോൾ ഇ എന്നുള്ളത് ഗ്രാഫ് ജിയിലുള്ള ഒരു ബ്രിഡ്ജ് ആവാനുള്ള കണ്ടീഷൻ ഒമേഗ ഓഫ് ജി മൈനസ് സി ഈക്വൽ ടു ഒമേഗ ഓഫ് ജി പ്ലസ് 1. ദാറ്റ് ഈസ് ജി മൈനസ് സി ഹാസ് 1 മോർ കമ്പോണൻറ്റ് ദാൻ ജി ഹാസ്. അതായത് ജിയിലുള്ളതിനേക്കാൾ ഒരു കമ്പോണൻറ്റ് കൂടും എപ്പോൾ ജിയിൽ നിന്നും എഡ്ജ് ഇനെ റിമൂവ് ചെയ്യുമ്പോൾ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഡ്ജസുകളെയാണ് ബ്രിഡ്ജ് അതല്ലെങ്കിൽ കട്ട് എഡ്ജ് എന്ന് വിളിക്കുന്നത്. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ബ്രിഡ്ജ് എന്നുള്ളത് ഗ്രാഫിൻ്റെ 2 പാർട്ടുകൾ തമ്മിലുള്ള ഓൺലി ലിങ്ക്. ഗ്രാഫിൻ്റെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ആകെയുള്ളൊരു കണക്ഷൻ ലിങ്ക് ആ ഒരു എഡ്ജാണെങ്കിൽ ബ്രിഡ്ജ് ഒരു എഡ്ജാണ്. അപ്പോൾ ആ ഒരു എഡ്ജിനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ ലിങ്ക് പോയി കിട്ടും. അപ്പോൾ ആ ഒരു പാർട്ടിൽ നിന്നും മറ്റേ പാർട്ടിലേക്ക് നമുക്ക് പോകാൻ വഴിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു എഡ്ജിനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഓൾറെഡി ഉണ്ടായിരുന്നതിനേക്കാൾ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ, കൂടുതൽ ഭാഗങ്ങളായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, വേറെ രീതിയിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഗ്രാഫിൻ്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ആകെയുള്ള കണക്ഷൻ ലിങ്ക് ഈ ഒരു എഡ്ജാണെങ്കിൽ, ഒരു എഡ്ജാ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് വേറെ വഴിയൊന്നും കിട്ടാണ്ടിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എഡ്ജസിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ഗ്രാഫ് ജി തന്നിട്ടുണ്ട്. 8 വെർട്ടിസസും 10 എഡ്ജസും ഉള്ള ഒരു ഗ്രാഫ്. ഇത് കണക്റ്റഡ് ഗ്രാഫാണ്. ഇതിൻ്റെ നമ്പർ ഓഫ് കമ്പോണൻസ് 1 ആണ്. കണക്റ്റഡ് ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് കമ്പോണൻസ് 1 ആണ്. ഇനി ഈ ഗ്രാഫിൽ 2 കട്ട് എഡ്ജസ് അതല്ലെങ്കിൽ ബ്രിഡ്ജാണ് നമുക്കുള്ളത്. ആദ്യത്തെ നോക്കാം. ആദ്യത്തെ E5. ഈ ഗ്രാഫിൽ നിന്നും E5 എന്നുള്ള എഡ്ജിനെ റിമൂവ് ചെയ്യുക. ഇവിടെ ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. ജിയിൽ E5 ഉണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നും ഗ്രാഫിലെ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിലുള്ള ഇതിപ്പോൾ ഇവിടെ ഇത് ഡിസ്കണക്റ്റഡ് ആയി. ഇതിന് 2 കമ്പോണൻസ് ഉണ്ട്. ഒരു കമ്പോണൻ്റ് ഇത്, ഒരു കമ്പോണൻ്റ് മുകൾ ഭാഗത്തുള്ളത്. സോ ഒമേഗ ഓഫ് ജി മൈനസ് E5 അതിൻ്റെ എണ്ണം 1+1 ആണ്. ജി മൈനസ് E5 കമ്പോണൻസിൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് കമ്പോണൻസ് 1 കൂടി. അപ്പോൾ E5 എന്താണ്? ഒരു കട്ട് എഡ്ജ് അതല്ലെങ്കിൽ ബ്രിഡ്ജാണ്. ഇതേപോലെ മറ്റൊരാളാണ് E4. E4 ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നും V4, ഇതും ആ ഗ്രാഫിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വെർട്ടെക്സ് ആണ്. അപ്പോൾ അവിടേക്ക് എത്താൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. E4 മാത്രമേ അവിടേക്ക് എത്താൻ പറ്റിയിരുന്നുള്ളൂ. E4 കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി. നമുക്ക് ഗ്രാഫ് കണക്റ്റഡ് ആവണമെങ്കിൽ ഏത് 2 വെർട്ടിസസ് എടുത്താലും ആ വെർട്ടെക്സിൽ നിന്നും മറ്റേ വെർട്ടെക്സിലേക്ക് പോകാനുള്ളൊരു വഴി വേണം, ഒരു പാത്ത് വേണം. അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് കമ്പോണൻസും 2 തന്നെയാണ്. അപ്പോൾ ഇതും എഡ്ജ്, ഈ ഒരു എഡ്ജും ബ്രിഡ്ജാണ് അതല്ലെങ്കിൽ കട്ട് എഡ്ജാണ്. ഇനി E4ഉം E5ഉം അല്ലാണ്ട് ആ ഗ്രാഫിലെ ബാക്കി 8 എഡ്ജസ് ഉണ്ട്. അവരാരും ബ്രിഡ്ജല്ല. ഇപ്പോൾ കാരണം നോക്കാം. E1 ഇവിടുന്ന് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. E1 ഇവിടുന്ന് റിമൂവ് ചെയ്താലും നമുക്ക് സ്റ്റിൽ ആ ഗ്രാഫ് കണക്റ്റഡ് ആണ്. ഏത് വെർട്ടെക്സിൽ നിന്നും മറ്റേ വെർട്ടെക്സിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നില്ല. E2 കളഞ്ഞാലും E3 കളഞ്ഞാലും ഇതേപോലെ തന്നെ E6, E7, E8, E9, E10 ബാക്കിയുള്ള ഈ E4ഉം E5ഉം അല്ലാണ്ട് വേറെ ഏത് എഡ്ജ്, ഒറ്റയ്ക്ക് ആ ഒരു എഡ്ജ് മാത്രം, അത് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫിലുള്ള കമ്പോണൻസിൻ്റെ എണ്ണം കൂടുന്നൊന്നുമില്ല. അപ്പോൾ അവരാരും ബ്രിഡ്ജല്ല. ആകെ 2 ബ്രിഡ്ജാണ് ഈ ഗ്രാഫിലുള്ളത്, E4ഉം E5ഉം. ഓക്കെ. ഇനി തിയറം 2.6ൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കുവാനില്ലെങ്കിലും അതിൻ്റെ പ്രൂഫിൻ്റെ ഇടയിൽ വരുന്ന ഒരു റിസൾട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഈ റിമാർക്കിൽ പറയുന്നത്. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അതിലുള്ള പ്രൂഫ് ഇല്ലെങ്കിലും നമുക്ക് കോമൺ ലോജിക്ക് വെച്ചും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ തിയറത്തിൻ്റെ പ്രൂഫിലുണ്ടായിരുന്ന കാര്യമാണ് E എന്നുള്ള ഒരു എഡ്ജ്, അതിൻ്റെ എൻഡ് വേർട്ടിസസ് ആണ് യുവും വി എന്നും വിചാരിക്കുക. എല്ലാ എഡ്ജിനും 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. അത് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 എൻഡ് പോയിൻറ്റ്സ് സെയിം ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എഡ്ജസിനെയാണ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. തൽക്കാലം എഡ്ജ് ഇയുടെ എൻഡ് വേർട്ടിസസ് ആണ് യുവും വിയും എന്ന് വിചാരിക്കുക. ഇനി ആ എഡ്ജ് ഇ ഗ്രാഫ് ജിയിലുള്ള ഒരു ബ്രിഡ്ജ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഇ എന്നുള്ളത് ഒരു ബ്രിഡ്ജ് ആണെങ്കിൽ ഇ എന്നുള്ളത് ലൂപ്പ് ആയിരിക്കുകയില്ല. നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാഫ് കണക്റ്റഡോ ഡിസ്കണക്റ്റഡോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, തൽക്കാലം ഞാനിത് ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ജി 3 വെർട്ടെക്സ് ആണുള്ളത്, 2 എഡ്ജസും ആണ്. ഓൾറെഡി അവിടെ 2 കമ്പോണൻസ് ആണുള്ളത്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന എഡ്ജ് ഈ ഒരു ലൂപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിന്നും എഡ്ജിനെ ഈ ഒരു ഈനെ റിമൂവ് ചെയ്താലും സ്റ്റിൽ അവിടെയുള്ള നമ്പർ ഓഫ് കമ്പോണൻസിന് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. ഓൾറെഡി എത്രയാണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. കാരണം ഈ ലൂപ്പ് എന്നുള്ളത് ഒരു വെർട്ടെക്സിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള പാത്താണ്, അങ്ങനെയുള്ള എഡ്ജാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എഡ്ജ് റിമൂവ് ചെയ്തുകൊണ്ട് വേറെ എവിടേക്കുള്ള വഴി നമുക്ക് പോയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ലൂപ്പാണെങ്കിൽ അതെന്തായാലും ബ്രിഡ്ജ് ആവില്ല. അപ്പോൾ ബ്രിഡ്ജ് ആണെങ്കിൽ
ലൂപ്പ് ആവില്ല. നേരെ തിരിച്ചുകൊണ്ട് ലൂപ്പല്ല. അതേപോലെ ഈ രണ്ട് കാര്യങ്ങളും വേണം. ബ്രിഡ്ജ് ആണെങ്കിൽ അത് ലൂപ്പ് ആവില്ല. അതേപോലെ തന്നെ യുവിൽ നിന്നും വിയിലേക്കുള്ള ആകെയുള്ള പാത്തായിരിക്കണം ഇ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞു ഇ എന്നുള്ള എഡ്ജിൻ്റെ എൻഡ് വെർട്ടിസസ് ആണ് യുവും വിയും. അപ്പോൾ ഈ ഒരു എഡ്ജിനെ ഇവിടെ റിമൂവ് ചെയ്താൽ ഗ്രാഫ് ഓൾറെഡി ഉണ്ടായിരുന്ന കമ്പോണൻസിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ വേണം. അപ്പം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ വഴിയൊന്നും അവിടെ ഉണ്ടാവരുത്. യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ വഴി അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്തത് കൊണ്ട് നമുക്ക് ഗ്രാഫ് കൂടുതൽ കമ്പോണൻസ് ആവണമെന്ന് യാതൊരു നിർബന്ധവും വരില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കാം, E1 എന്നുള്ള എഡ്ജ് നമ്മൾ വിചാരിക്കുന്നു. അതിൻ്റെ എൻഡ് പോയിന്റ്സ് ആണ് V1ഉം V2. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ V1ൽ നിന്നും V2യിലേക്ക് എത്താൻ E1 അല്ലാണ്ട് വേറെ വഴികളുണ്ടോ എന്ന് നോക്കുക. വേറെ വഴികളുണ്ടെങ്കിൽ E1 എന്നുള്ളത് എന്താവില്ല, ബ്രിഡ്ജ് ആവില്ല. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് V1ൽ നിന്നും V2യിലേക്ക് എത്താൻ E1 വഴി നമുക്കൊരു വഴിയുണ്ട്. ജസ്റ്റ് ആ ഒരു എഡ്ജ് വഴി നമുക്ക് V2യിലേക്ക് എത്താം. അതല്ലാണ്ടും വേറെ വഴിയുണ്ട്. നമുക്ക് V1ൽ നിന്നും E2 വഴി V3യിൽ എത്താം. എന്നിട്ട് E3 വഴി V2യിലേക്ക് എത്താം. അപ്പോൾ അതുകൊണ്ട് E1നെ ഇവിടെ നിന്ന് കളഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ കണക്ഷനൊന്നും ബ്രേക്ക് ആവുന്നില്ല. അപ്പോൾ യുവും വിയും എൻഡ് വെർട്ടിസസ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് ഇ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇ എന്നുള്ളത് ബ്രിഡ്ജ് ആണെങ്കിൽ ആ യുവിൽ നിന്നും വിയിലേക്ക് ആ ഗ്രാഫിൽ വേറെ പാത്തൊന്നും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ പ്രൂഫിലേക്കൊന്നും നമുക്ക് കടക്കേണ്ട. നമ്മുടെ കോമൺ ലോജിക്ക് വെച്ച് ആലോചിച്ചാലും കിട്ടാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇ എന്നുള്ളത് ബ്രിഡ്ജ് ആണെങ്കിൽ അത് ലൂപ്പ് ആവില്ല. അതുപോലെ തന്നെ യുവിൽ നിന്നും വിയിലേക്ക് വേറെ ഒരു പാത്തും ആ ഗ്രാഫിൽ ഉണ്ടാവില്ല. നേരെ തിരിച്ച് ഇ എന്നുള്ളത് ലൂപ്പും അല്ല. അതേപോലെ തന്നെ യുവിൽ നിന്നും വിയിലേക്കുള്ള ആകെയുള്ള പാത്താണ് ഇ എന്നും വിചാരിക്കുക. ഇ എന്നുള്ളത് ലൂപ്പും അല്ല. നമ്മൾ ഓൾറെഡി തുടങ്ങിയത് ഇങ്ങനെയാണ്. ഈയുടെ ഇൻവേർട്ടിസസ് ആണ് യുവും വിയും. ദെൻ എന്നിട്ടാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിലേക്ക് കിടക്കുന്നത്. ഈസ് എ ബ്രിഡ്ജ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ച് ഇ എന്നുള്ളത് ലൂപ്പും അല്ല. അതേപോലെ തന്നെ യുവിൽ നിന്നും വിയിലേക്കുള്ള ആകെയുള്ള പാത്ത് ഇ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇ എന്നുള്ളത് ബ്രിഡ്ജ് ആയിരിക്കും. നമ്മളതിൻ്റെ പ്രൂഫിൽ വരുന്നതാണ്. നമുക്ക് ആലോചിച്ചാലും കിട്ടാവുന്ന കാര്യം തന്നെയുള്ളൂ. അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കാം, ബ്രിഡ്ജിൻ്റെ പ്രോപ്പർട്ടിയാണിത്. ബ്രിഡ്ജ് ആണെങ്കിൽ അത് ലൂപ്പ് ആവില്ല. ദെൻ അതിൻ്റെ എൻ പോയിൻറ്റ്സിലേക്ക് യുവിൽ നിന്നും യുവും വി ആണ് എൻ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ വഴിയൊന്നും ഗ്രാഫിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത തിയറത്തിൻ്റെ പ്രൂഫിൽ ഈ ഒരു റിമാർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് സ്പെസിഫൈ ചെയ്ത് അവിടെ പറഞ്ഞത്. അപ്പോൾ തിയറം 2.7, an edge E of a graph G is a bridge if and only if E is not a part of any cycle in G. അതായത് ജിയിലുള്ള ഒരു എഡ്ജ് ഈ ബ്രിഡ്ജ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇപ്പോൾ ബ്രിഡ്ജ് ആണെങ്കിൽ ഇ എന്നുള്ളത് ഒരു സൈക്കിളിൻ്റെയും ഭാഗം ആവില്ല. നേരെ തിരിച്ച് ഇ എന്നുള്ളത് ഗ്രാഫ് ജിയിലുള്ള ഒരു സൈക്കിളിൻ്റെയും ഭാഗം അല്ല എന്നുണ്ടെങ്കിൽ ഇ എന്നുള്ളത് ഒരു ബ്രിഡ്ജ് ആയിരിക്കും. അപ്പോൾ രണ്ട് ഭാഗമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യം പ്രൂവ് ചെയ്യുന്നത് ഇ എന്നുള്ളത് ഒരു സൈക്കിളിൻ്റെയും ഭാഗം അല്ല എന്നുണ്ടെങ്കിൽ ഇ ഈസ് എ ബ്രിഡ്ജ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോൺട്രാപോസിറ്റീവ് ആണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാപോസിറ്റീവ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇതും ട്രൂ. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്താൽ മതി, നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റും പ്രൂവ്ഡായി. ഇത് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. ഓക്കെ, അതായത് ഇവർ ഈക്വലൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ പ്രൂവ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ കോൺട്രാപോസിറ്റീവാണ് പ്രൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഈ കേസിൽ രണ്ട് ഭാഗത്തും അങ്ങനെ തന്നെയാണ്, കോൺവേഴ്സ് പാർട്ടിലും അങ്ങനെ തന്നെയാണ് കോൺട്രാ പോസിറ്റീവ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. പിയുടെ ഭാഗത്ത് ഇ ഈസ് നോട്ട് പാർട്ട് ഓഫ് എനി സൈക്കിൾ ഇൻ ജി ഇംപ്ലൈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈസ് എ ബ്രിഡ്ജ്. അപ്പോൾ ഇതിൻ്റെ പി എന്നുള്ളത് ഈസ് നോട്ട് പാർട്ട് ഓഫ് എനി സൈക്കിൾ ഇൻ ജി. ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബ്രിഡ്ജ്. അപ്പോൾ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നോട്ട് എ ബ്രിഡ്ജ്. നെഗേഷൻ പി എന്നുള്ളത് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ സൈക്കിൾ എന്നാണ് ഓൾറെഡി ഉള്ള പി. അപ്പോൾ നെഗേഷൻ പി എന്നുള്ളത് ഈസ് പാർട്ട് ഓഫ് എ സൈക്കിൾ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ല എന്നുണ്ടെങ്കിൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈസ് പാർട്ട് ഓഫ് എ സൈക്കിൾ. ഇവിടെ നോട്ടെന്ന് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതിൻ്റെ നെഗേഷൻ എടുക്കുമ്പോൾ ഈസ് എ പാർട്ട് ഓഫ് എ സൈക്കിൾ. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രൂവ് ചെയ്യാനുള്ള കാര്യം അവിടെ ഈക്വലൻ്റ് ആയിട്ട് പ്രൂവ്ഡായി. അപ്പോൾ കോൺട്രാ പോസിറ്റീവ് ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. പി ഇംപ്ലൈസ് ക്യൂവിന് പകരം അതിൻ്റെ കോൺട്രാ പോസിറ്റീവ്. രണ്ട് കേസിലും കോൺവേഴ്സ് പാർട്ടിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, കോൺട്രാ പോസിറ്റീവ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് കോമൺ ആയിട്ടൊരു കാര്യം പറയുന്നു. ഇ എന്നുള്ള എഡ്ജിൻ്റെ രണ്ട് എൻ വെർട്ടിസസ് ആണ് യുവും വിയും. ഇനി നമ്മൾ ഈ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ടി ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ എന്നുള്ളത് ഏതെങ്കിലും ഒക്കെ ഗ്രാഫ് ജിയിലുള്ള ഏതെങ്കിലും ഒക്കെ ഒരു സൈക്കിളിൻ്റെ ഭാഗമാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു, റിമാർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇ എന്നുള്ളത് ബ്രിഡ്ജ് ആണെങ്കിൽ അത് ലൂപ്പിൻ്റെ ഭാഗമാവില്ല. അതുപോലെ തന്നെ യുവിൽ നിന്നും വിയിലേക്കുള്ള ആകെയുള്ള പാത്തായിരിക്കും ഇ. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ, ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഒന്നുകിൽ ഇ എന്നുള്ളത് ലൂപ്പായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ യുവിൽ നിന്നും വിയിലേക്ക് ആ ഗ്രാഫിൽ വേറെ പാത്തുകൾ ഉണ്ടായിരിക്കും. ഒന്നുകൂടി പറയാം, ഇ എന്നുള്ളത് ബ്രിഡ്ജ് ആണെങ്കിൽ നമുക്കുള്ള കണ്ടീഷനാണ് ഇ എന്നുള്ളത് ലൂപ്പും അല്ല, ആൻഡ് ഇ എന്നുള്ളത് യുവിൽ നിന്നും വിയിലേക്കുള്ള ഓൺലി പാത്താണ്. യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ വഴിയൊന്നും ആ ഗ്രാഫിൽ ഇല്ല. അപ്പോൾ അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ, ഇതെപ്പോഴാണ് അല്ല എന്നുള്ളത് സംഭവിക്കുക? അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രശ്നം ഉണ്ടായാൽ മതി. ഒന്നുകിൽ ഇ എന്നുള്ളത് ലൂപ്പായാൽ മതി, അതല്ലെങ്കിൽ ഇ എന്നുള്ളത് ഈ അല്ലാണ്ട് യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ നമുക്ക് വേറെ പാത്ത് ആ ഗ്രാഫ് ജിയിലുണ്ടായാലും മതി. അപ്പോൾ നമ്മൾ ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ല എന്ന് എടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ നെഗേഷൻ ക്യൂ. അപ്പോൾ ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ല എന്നെടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇ എന്നുള്ളത് ഗ്രാഫ് ജിയിലുള്ള ഏതോ ഒരു സൈക്കിളിൻ്റെ ഭാഗമാണ്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ റിമാർക്ക് പ്രകാരം ഈ ബ്രിഡ്ജ് അല്ലാത്തത് കൊണ്ട് ഒന്നുകിൽ ഈ ഒരു ലൂപ്പായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഈയുടെ ഇൻവെർട്ടിസസ് ആണ് യുവും വിയും, യുവിൽ നിന്നും വിയിലേക്ക് വേറൊരു പാത്ത് ഈ അല്ലാണ്ട് നമുക്ക് ഓൾറെഡി യു വിയുമാണ് എൻ പോയിന്റ്സ് എന്നുള്ളത് കൊണ്ട്, ഈയുടെ എൻ പോയിന്റ്സ് എന്നുള്ളത് കൊണ്ട് യുവിൽ നിന്നും വിയിലേക്ക് എത്താനുള്ള ഒരു പാത്താണ് ഇ. അതല്ലാണ്ട് വേറെ പാത്ത് ഉണ്ടെന്ന് വിചാരിക്കുക യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ. അപ്പോൾ അത് യുവിൽ നിന്നും തുടങ്ങുന്നു, U1 U2 എക്സെട്ര UN ലാസ്റ്റ് വിയിൽ അവസാനിക്കുന്നു. പാത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വെർട്ടിസസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മളിതിലെ എഡ്ജസ് ഒന്നും ലിസ്റ്റ് ചെയ്യുന്നില്ല. യുവിൽ നിന്നും U1ലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. യുവിൽ നിന്നും U1ലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവും, U1ൽ നിന്നും U2ലേക്ക്, അങ്ങനെ UN-1ൽ നിന്നും UN-ലേക്കും UN-ൽ നിന്നും വിയിലേക്കും നമുക്ക് എഡ്ജ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇ എന്നുള്ളത് ഒരു ലൂപ്പായിരിക്കും, അതല്ലെങ്കിൽ ഈ ഒരു പാത്ത് അവിടെ ഉണ്ടായിരിക്കും. യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ പാത്ത് അവിടെ ഉണ്ടായിരിക്കും. ആദ്യത്തെ കേസ് എടുക്കാം. ഇ എന്നുള്ളത് ലൂപ്പാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ലൂപ്പാണ് വൺ സൈക്കിൾ.
അപ്പോൾ ഈ ഇറ്റ് സെൽഫ് ഒരു സൈക്കിളാണ്. അപ്പോൾ അത് സൈക്കിളിൻ്റെ ഭാഗമായി. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇ എന്നുള്ളത് പാർട്ട് ഓഫ് എനി സൈക്കിൾ, അതായത് ഏതെങ്കിലുമൊക്കെ സൈക്കിളിലുള്ള ഒരു എഡ്ജായിട്ട് ഇ വരണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇ എന്നുള്ള ലൂപ്പാണെങ്കിൽ ഓൾറെഡി അത് വൺ സൈക്കിളാണ്. അപ്പോൾ അത് ഒരു സൈക്കിളിൻ്റെ ഭാഗമായി. അപ്പോൾ ആ ഭാഗത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല. അതല്ല രണ്ടാമത്തെ കേസാണെങ്കിൽ യുവിൽ നിന്നും വിയിലേക്ക് ഗ്രാഫ് ജിയിൽ വേറെ ഒരു പാത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അത് റഫായിട്ട് വരയ്ക്കാം. നമുക്ക് ഓൾറെഡി യുവും വിയും അവർ തമ്മിലുള്ള ഒരു എഡ്ജാണ് ഈ ഗ്രാഫ് ജിയിൽ യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ പാത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. യുവിൽ നിന്നും U1ലേക്ക്, ദെൻ അവിടുന്ന് U2ലേക്ക് എക്സെട്ര നമ്മൾ UN സെക്കൻഡ് ലാസ്റ്റ് എത്തുന്നു, ദെൻ വിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാത്ത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെയാണ് നമ്മുടെ പാത്ത് P. ഓക്കെ, ഇനി നമ്മൾ ഈ പാത്തും അതിൻ്റെ കൂടെ ഈ യുവിൽ നിന്നും വിയിലേക്കുള്ള എഡ്ജ് ഇയും കൂടിയും ചേർക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സി എന്നുള്ള സൈക്കിൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് സൈക്കിൾ ആവണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ, തുടങ്ങിയോടെ തന്നെ അവസാനിക്കണം. ട്രെയിൽ ആവണം, അതായത് എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ക്ലോസ്ഡ് ആണ് എന്നുള്ളതാണ്, തുടങ്ങിയോടെ തന്നെ അവസാനിക്കണം. പിന്നെ ഫസ്റ്റ് മുതൽ സെക്കൻഡ് ലാസ്റ്റ് വരെയുള്ള, അതായത് ഒറിജിനും ഇന്റേണൽ വെർട്ടിസസും ഡിഫറെൻ്റ് ആയിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. കോമൺ ആയിട്ട് വെർട്ടെക്സ് ഒന്നും വരരുത്. ഫസ്റ്റത്തെ ലാസ്റ്റത്തെ എന്തായാലും സെയിം ആവണം. അതല്ലാണ്ട് ഫസ്റ്റ് മുതൽ സെക്കൻഡ് ലാസ്റ്റ് വരെയുള്ളവരെ കൺസിഡർ ചെയ്യുമ്പോൾ അവരെല്ലാവരും ഡിഫറെൻ്റ് ആവണം. ഓൾറെഡി അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യു മുതൽ വി വരെയുള്ള ഈ ഒരു ഭാഗത്തുള്ളവരാരും റിപ്പീറ്റ് ചെയ്യില്ല, കാരണം പി ഒരു പാത്താണ്. നമ്മൾ അതിൻ്റെ കൂടെ ഈ ഒരു എഡ്ജും കൂടി ചേർക്കുന്നു. ഇവിടെ വെർട്ടെക്സ് യു വരണമെങ്കിൽ ഈ എഡ്ജ് മുഖേനയാണ് വിയിൽ നിന്നും നമ്മൾ ഇ എന്നുള്ള എഡ്ജ് മുഖേന. നമ്മളിവിടെ എഡ്ജസ് ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓരോ വെർട്ടിസസിൻ്റെ ഇടയിലും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഓരോ എഡ്ജസും വരുന്നുണ്ട്. നമ്മളിവിടെ എഡ്ജസ് ലിസ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് പാത്ത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം ഓരോ എഡ്ജസ് ഉണ്ട്, നമ്മളിവിടെ വെർട്ടിസസ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ ഒന്നുകൂടി നമുക്ക് മനസ്സിലാകും. നമുക്ക് ഓൾറെഡി യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ പാത്ത് ഒരെണ്ണം ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഇയും കൂടി വയ്ക്കുന്നു. വിയിൽ നിന്നും ഇയിൽ കൂടെ നമ്മൾ തിരിച്ച് യുവിലേക്ക് എത്തുന്നു. അപ്പോൾ അതൊരു സൈക്കിളായി മാറി. ഓൾറെഡി വെർട്ടിസസ് ഇൻറ്റേർണൽ വെർട്ടിസസും ഒറിജിനും വ്യത്യാസമാണ്. അപ്പോൾ എഡ്ജസും റിപ്പീറ്റ് ചെയ്യില്ല പാത്തിൽ. ഓൾറെഡി എഡ്ജസും റിപ്പീറ്റ് ചെയ്യില്ല. പാത്തായാൽ അതെല്ലാതും ട്രെയിലാണ്. പിന്നെ ഇവിടെ തുടങ്ങിയോടത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാത്തും ഈ ഒരു എഡ്ജും ഉപയോഗിച്ച് ഒരു സൈക്കിൾ ഉണ്ടാക്കാവുന്നതാണ്. ആ സൈക്കിളിൻ്റെ ഭാഗമാണ് ഈ ഒരു എഡ്ജ്. സൈക്കിൾ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു എഡ്ജും കൂടി വേണം. അപ്പോൾ ആ കേസിലും ഇ എന്നുള്ളത് ഏതെങ്കിലും ഗ്രാഫ് ജിയിലുള്ള ഒരു സൈക്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ല എന്നുണ്ടെങ്കിൽ ഈസ് നോട്ട് എ ബ്രിഡ്ജ്, ദെൻ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സൈക്കിൾ. ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സൈക്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ കോൺട്രാപോസിറ്റീവാണ്. ഇ എന്നുള്ളത് നോട്ട് എ പാർട്ട് ഓഫ് എനി സൈക്കിൾ, ദെൻ ഇ മസ്റ്റ് ബി എ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ അതാണ് ബി ഇംപ്ലൈസ് ക്യൂ ആയിട്ട് എടുത്തത്. അതിൻ്റെ കോൺട്രാപോസിറ്റീവാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. അത് രണ്ടും ഈക്വലൻ്റ് ആണ്. ഇനി തിരിച്ച് ഭാഗത്ത് ഇ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ബ്രിഡ്ജ് ആണെങ്കിൽ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സൈക്കിൾ ഇൻ ജി. ഇ എന്നുള്ളത് ബ്രിഡ്ജ് ആണെങ്കിൽ അപ്പോൾ ഇ ഈസ് എ ബ്രിഡ്ജ് ഇംപ്ലൈസ് ഇ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ സൈക്കിൾ, എനി സൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് ഇ ഈസ് നെഗേഷൻ ക്യൂ. ഇതാണ് പി, ഇതാണ് ക്യൂ. നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എ സൈക്കിൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ വരുമ്പോൾ ഈസ് പാർട്ട് ഓഫ് സം സൈക്കിൾ. ഏതോ ഒരു സൈക്കിളിൻ്റെ ഭാഗമാണ് ഇ. ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഇ ഈസ് നോട്ട് എ ബ്രിഡ്ജ്.
ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇ എന്നുള്ളത് ഏതെങ്കിലും ഒരു സൈക്കിളിൻ്റെ ഭാഗമാണെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് ആവില്ല. അതെന്തിനോട് ഈക്വൽ ആണ്? ഈ ബ്രിഡ്ജ് ആണെങ്കിൽ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സൈക്കിൾ. അതിൻ്റെ കോൺട്രാപോസിറ്റീവ് ആണ് ഇത്. അപ്പോൾ നമ്മൾ ഇവിടെയും കോൺട്രാപോസിറ്റീവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നു ഇ എന്നുള്ളത് ഒരു സൈക്കിളിൻ്റെ ഭാഗമാണ്. അപ്പോൾ സി എന്നുള്ള ഒരു സൈക്കിളിൻ്റെ പ്രത്യേകത അറിയാം, തുടങ്ങിയോടെ തന്നെ അവസാനിക്കും. സോ യു നോട്ടും യു എമ്മും സെയിം ആണ്, ഡിഫറെൻറ്റ് നെയിംസ് ഉപയോഗിച്ചു എന്ന് മാത്രം. യു നോട്ടും യു എമ്മും സെയിം ആണ്. ഇൻ ബിറ്റ്വീനോ എവിടെയെങ്കിലും വരുന്ന ഒരു എഡ്ജാണ് ഇ. ഇതിലുള്ള ഏതെങ്കിലും രണ്ട് വെർട്ടിസസിൻ്റെ ഇടയിലുള്ള, നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്ജസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഓരോന്നിൻ്റെ ഇടയിൽ നമുക്ക് എഡ്ജസ് ഉണ്ട്. യു നോട്ടും യു വണ്ണും തമ്മിൽ ഇടയിൽ ഒരു എഡ്ജ് ഉണ്ട്, യു വൺ യു ടുവും തമ്മിൽ ഇടയിൽ എഡ്ജ് ഉണ്ട്, എക്സെട്ര യു എം മൈനസ് വണ്ണും യു എമ്മും തമ്മിൽ ഇടയിലും നമുക്കൊരു എഡ്ജ് ഉണ്ട്. അങ്ങനെയുള്ള ഇടയിൽ വരുന്ന എഡ്ജസിലുള്ള ഏതോ ഒരു എഡ്ജാണ് ഇ. നമ്മൾ തൽക്കാലം അത് യു ഐയും യു ഐ പ്ലസ് വണ്ണിൻ്റെയും ഇടയിൽ വരുന്ന എഡ്ജാണ് ഇ എന്ന് വിചാരിക്കുക. യു ഐയുടെയും യു ഐ പ്ലസ് വണ്ണിൻ്റെയും ഏതെങ്കിലും ഫോർ സം ഐ യു ഐയുടെയും യു ഐ പ്ലസ് വണ്ണിൻ്റെയും ഇടയിലുള്ള ഒരു എഡ്ജാണ് ഇ. അപ്പോൾ ഇ എന്നുള്ളത് സൈക്കിളിൻ്റെ ഭാഗമാണ്. എം 1 ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഇവിടെ ഓൾറെഡി യു നോട്ട്, അപ്പോൾ യു നോട്ട് യു എം യു വൺ, എം എന്നുള്ളത് 1 ആകുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ 2 വെർട്ടെക്സ് ആണ് ഉള്ളത്. ഇത് എഡ്ജ് അപ്പോൾ ആകെ ഒരെണ്ണേ ഉള്ളൂ. ഒരു എഡ്ജ് ഉപയോഗിച്ചിട്ട് ഉള്ള സൈക്കിള് സി സൈക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഡ്ജ് 1 വരുന്ന, അതായത് ലെങ്ത്ത് 1 ഉള്ള സൈക്കിൾ ആവണമെങ്കിൽ അതെന്തായാലും ലൂപ്പ് ആവണം. എം 1 ആണെങ്കിൽ നമുക്ക് ആകെ 2 വെർട്ടെക്സേ ഉണ്ടാവുള്ളൂ, യു നോട്ടും യു വണ്ണും മാത്രം. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും എഡ്ജ് ഉണ്ടാവുക. അപ്പോൾ ആകെ ഒരു എഡ്ജ് ഉണ്ടായിരിക്കുള്ളൂ. ഒരു സൈക്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ സൈക്കിളിലുള്ള നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ലെങ്ത്ത് എം 1 ആവുമ്പോൾ ഉള്ള സൈക്കിളിൻ്റെ ലെങ്ത്ത് 1 ആണ്. അപ്പോൾ നമുക്ക് 1 സൈക്കിൾ എന്ന് പറഞ്ഞാൽ ലൂപ്പാണ്. അപ്പോൾ ആ കേസിൽ ഇ എന്നുള്ളത് എന്തായാലും ലൂപ്പ് ആവണം. അപ്പോൾ എം 1 ആവുമ്പോൾ ഇ എന്തായാലും ലൂപ്പായിരിക്കും. അതല്ല എന്ന് വിചാരിക്കുക, എം ഉള്ളത് 1 അല്ല, എം ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയൊരു പാത്ത് ഉണ്ടാക്കുകയാണ്. യു ഐ മൈനസ് 1 ബാക്കിലോട്ടാണ്. യു ഐയും യു ഐ പ്ലസ് 1ഉം തമ്മിലുള്ള എഡ്ജാണ് ഇ. നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ സൈക്കിൾ സി. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് യു നോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനിലാണ് സി പോകുന്നത്. യു നോട്ടിൽ നിന്നും യു വൺ യു ടു എക്സെട്ര. ഇടയിൽ എവിടെയോ യു ഐ വരുന്നു, അതാണ് നമ്മുടെ യു ഐ മൈനസ് 1, ദെൻ യു ഐ, ദെൻ യു ഐ പ്ലസ് 1. അപ്പോൾ നമ്മൾ ഈയുടെ ഇൻവേർട്ടിസസ് യുവും വി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് യു ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു ഇ എന്നുള്ളത് യു ഐയുടെയും യു ഐ പ്ലസ് 1ൻ്റെയും ഇടയിലുള്ള എഡ്ജാണ്. അപ്പോൾ ഇവിടെ യു ഐ പ്ലസ് 1ൻ്റെ ഇടയിലുള്ള എഡ്ജാണ് ഇ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ എവിടെയോ വരുന്നതാണ് യു ഐയും യു ഐ പ്ലസ് 1ഉം. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ട് എഡ്ജ് ഇയുടെ ഇൻവേർട്ടിസസ് എന്നുള്ളത് യുവും വിയും ആണ്. അപ്പോൾ നമ്മുടെ യു ഐ എന്നുള്ളത് യുവും യു ഐ പ്ലസ് 1 എന്നുള്ളത് വിയും, അതല്ലെങ്കിൽ നേരെ തിരിച്ച്. നമ്മൾ തൽക്കാലം ഇപ്പോൾ യു ഐ എന്നുള്ളത് യുവും യു ഐ പ്ലസ് 1 വിയും ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. യു വൺ യു ടു അങ്ങനെ എക്സെട്ര യു ഐ മൈനസ് 1, ദെൻ യു ഐയിലെത്തുന്നു. ദെൻ യു ഐയിൽ നിന്നും ഈ വഴിക്ക് യു ഐ പ്ലസ് 1ലെത്തുന്നു. ഈ യു ഐ ആണ് നമ്മുടെ യു ഐ പ്ലസ് 1 ആണ് വി. ദെൻ വീണ്ടും നമ്മളിങ്ങനെ തന്നെ പോരുന്നു. വിയിൽ നിന്നും യു ഐ പ്ലസ് 2ലേക്ക് എത്തുന്നു. അങ്ങനെ പോകുന്ന യു എം മൈനസ് 1 ലാസ്റ്റ് തിരിച്ച് യു എമ്മിലെത്തുന്നു. യു എമ്മും യു നോട്ടും സെയിം ആവണം. സൈക്കിളിൻ്റെ കണ്ടീഷൻ തുടങ്ങിയോടെ തന്നെ ഒറിജിനും ടെർമിനസും സെയിം ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൈക്കിൾ. അപ്പോൾ ഈ സൈക്കിളിൽ നിന്നും
നമ്മൾ വേറൊരു പാത്ത് യുവിൽ നിന്നും വിയിലേക്ക് കണ്ടുപിടിക്കുന്നു. ഓൾറെഡി നമുക്കൊരു പാത്ത് യുവിൽ നിന്നും വിയിലേക്ക് ഈ ഒരു എഡ്ജ് വഴിക്ക് എത്താം. അതല്ലാണ്ട് നമുക്ക് യു വൈയിൽ നിന്നും ആദ്യം യു ഐ -1 എത്തുന്നു. യു ഐയിൽ നിന്നും യു ഐ -1, അതൻ യു ഐ -2 ഇങ്ങനെ പോകുന്ന യു ടുവിലെത്തുന്നു, യു വണ്ണിലെത്തുന്നു, യു നോട്ടിലെത്തുന്നു. ഓക്കെ, അതാണ് ഇവിടം വരെ എത്തി. യു ഐയിൽ നിന്നും ബാക്കിലോട്ട് യു ഐ -1, യു ഐ -2 അങ്ങനെ വന്ന് യു നോട്ടിലെത്തുന്നു. ദെൻ യു നോട്ടിൽ നിന്നും യു എം -1 ഇത് തിരിച്ച് യു എം -1, യു എം -2 ഇങ്ങനെ പോയി യു ഐ +1 എത്തുന്നു. യു ഐ +1 എന്ന് പറഞ്ഞാൽ വി, യു ഐ എന്ന് പറഞ്ഞാൽ യു. അപ്പോൾ ഇങ്ങനെ യുവിൽ നിന്നും ഈ ഒരു സൈക്കിളിൽ ഈ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഈ എഡ്ജ് അല്ലാണ്ട് തന്നെ, ഈ എഡ്ജ് ഉപയോഗിക്കാണ്ട് തന്നെ യുവിൽ നിന്നും വിയിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ നമുക്ക് യുവിൽ നിന്നും വിയിലേക്ക് വേറൊരു പാത്ത് കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം റിമാർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബ്രിഡ്ജ് ആണെങ്കിൽ ഈ എന്നുള്ളത് ലൂപ്പ് ആവാനും പാടില്ല. അതേപോലെ തന്നെ യുവിൽ നിന്നും അതിൻ്റെ ഇൻവെർട്ടിസസ് ആണ് യുവും വിന്നും വിചാരിക്കുക. അപ്പോൾ യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ പാത്തൊന്നും ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് നേരത്തെ എം എന്നുള്ളത് 1 ആകുമ്പോൾ ഉള്ള കേസിൽ ഈ എന്നുള്ളത് ലൂപ്പാണെന്ന് കിട്ടി. അപ്പോൾ ആ കേസിൽ അത് ബ്രിഡ്ജ് ആവില്ല. അതേപോലെ എം >1 ആകുമ്പോൾ ഉള്ള കേസിൽ നമുക്ക് യുവിൽ നിന്നും വിയിലേക്ക് എത്താൻ വേറെ പാത്ത് കിട്ടി. അപ്പോൾ ആ കേസിലും അതെന്താവില്ല, ബ്രിഡ്ജ് ആവില്ല. അപ്പോൾ നമ്മൾ ഇ എന്നുള്ളത് ഏതെങ്കിലും ഒരു സൈക്കിളിൻ്റെ ഭാഗമാണെങ്കിൽ ഇ എന്നുള്ളത് ബ്രിഡ്ജ് അല്ല എന്ന് കിട്ടി. ഇത് ഇതിനോട് ഈക്വലൻ്റ് ആണ്. അതായത് ഇ എന്നുള്ളത് ബ്രിഡ്ജ് ആണെങ്കിൽ അത് ഒരു സൈക്കിളിൻ്റെയും ഭാഗമാവില്ല, അതിൻ്റെ കോൺട്രാപോസിറ്റീവാണ് അത്. അപ്പോൾ അതിനോട് ഈക്വലൻ്റ് ആണ്. സോ കോൺട്രാപോസിറ്റീവ് ട്രൂ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പാർട്ടും ട്രൂ ആണ്. ഇതാണ് 2.7ൽ പറയുന്നത്.